സാക്ഷ്യ കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ അഹരോന്റെ വടി തളർത്തു. മറ്റു 11 പേരുടെ വടി തളർത്തില്ല. എന്തുകൊണ്ടാണ് അഹരോൻ വെച്ച വടി തളർത്തത്? സംഖ്യാപുസ്തകം 17:5 കാണുന്നു, ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളർക്കും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റു 11 പേർക്ക് സംഭവിക്കാത്തത്, മറ്റു 11 പേർ കാണാത്തത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഹരോന്റെ വടി തളർത്തു. ഈ വടി അടർത്തിയെടുത്തത് മറ്റൊരു വൃക്ഷത്തിൽ നിന്നാണ്. മറ്റൊരു വൃക്ഷത്തിന്റെ ഭാഗമായ കമ്പിനെയാണ് അതിൽ നിന്ന് അടർത്തിയെടുത്തത്. ഒരു ബദാം വൃക്ഷത്തിന്റെ കമ്പായിരുന്നു. അടർത്തിയെടുത്ത ഈ കമ്പിന് ഇനി ഒരു സാധ്യതയില്ല. ഇത് ആ വൃക്ഷത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ചിലപ്പോൾ പൂത്ത് കായ്ച്ച് ഫലം കൊടുത്തേനെ. ഉറവയിൽ നിന്ന് വേർപിടിക്കുന്നത് പോലെ ആ വൃക്ഷത്തിൽ നിന്ന് അടർത്തിയെടുത്ത കമ്പിൽ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. ആ കമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ കരത്തിൽ എത്തിയപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ അത് പൂത്തു കായ്ച്ചു ഫലം കൊടുത്തു. മറ്റു 11 പേർ വെച്ചതും ഇതേ ദൈവ സാന്നിധ്യത്തിന്റെ അകത്താണ്. അവർ വെച്ച കമ്പുകൾ ഇരുന്നത് ഇതേ സാന്നിധ്യത്തിന്റെ അകത്താണ്. എന്നാലൊരു കാര്യം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ അന്നും ഇന്നും ഉണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാരാന്നും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരാരാന്നും ദൈവത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് ദൈവവചനം തെളിയിക്കും. അങ്ങനെയെങ്കിൽ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ നിങ്ങൾ? ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കി നിങ്ങൾ ഭാരപ്പെടരുത്. മറ്റു സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഭാരപ്പെടരുത്. ഏത് സാഹചര്യത്തിന്റെ നടുവിൽ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന പ്രോസസ്സുകൾ നിമിഷ നേരം കൊണ്ട് ദൈവം നിങ്ങളുടെ നടുവിൽ അത് അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.